അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സൺഡേയിലത്തെ വീഡിയോ ആണ് ഇടണത്. ഇന്ന് രാവിലെ നമുക്ക് അധികം ചോറൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ എനിക്ക് മാത്രം മതി. ഞാൻ കല്യാണത്തിന് പോണില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ആണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആണ്ട് കഴിഞ്ഞിട്ട് കല്യാണങ്ങൾക്ക് പോകണുള്ളൂ എന്ന് കരുതിയിരിക്കുകയാണ്. ഇതുവരെ നമുക്കങ്ങനെ ബന്ധുക്കളുടെയൊക്കെ ഒഴിവാക്കാൻ പറ്റാവുന്ന കേസുകളൊക്കെ മാത്രമേ നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് പോകുള്ളൂ. ഇതിപ്പോൾ നമുക്ക് എൻ്റെ ആവശ്യമില്ല. കാരണം ഇത് അടുത്തുള്ളൊരു കല്യാണം ആയതുകൊണ്ടിട്ട് ഞാൻ പോണില്ല. അപ്പോൾ നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത കേസുകളൊക്കെ മാത്രമേ നമ്മൾ പോകുള്ളൂ കേട്ടോ ഇപ്പോൾ എവിടെയെങ്കിലും. അപ്പോൾ ഇനിയിപ്പോൾ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും ആണ്ടൊക്കെ ആവും. അത് കഴിഞ്ഞിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണുള്ളൂ. അല്ലാതെ ഞാൻ എല്ലായിടത്തും പോവുകയൊക്കെ ചെയ്യട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ കല്യാണങ്ങളാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കല്യാണം മാത്രം, വേറൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. നമുക്ക് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പണി തുടങ്ങണമല്ലോ. നമുക്ക് പിന്നെ പണി ഒഴിഞ്ഞിട്ട് നേരമില്ലാത്തത് കൊണ്ടിട്ട് എവിടെ തൊട്ടാലും പണിയുണ്ടാവും. അതുകൊണ്ടിട്ട് എൻ്റെ പണിയിലോട്ട് ഞാൻ കടന്നു. കാരണം എന്താണ്, പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ ചെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഈ പൊടി ഐറ്റങ്ങളുടെ ചെപ്പുകളൊക്കെ വെച്ചേക്കുന്നതൊക്കെ അവിടെയൊക്കെ ഒരു മുളക് പൊടി പാത്രം അങ്ങനെ തന്നെ തട്ടിപ്പോയി. അപ്പം അതിലിത്തിരി ഉണ്ടായുള്ളൂ. പക്ഷെ അതിങ്ങനെ അതിൻ്റെ ആ വലയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ താഴെ വരെ അരിച്ചു പോയിട്ട്, മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ തുമ്മലും ജലദോഷമൊക്കെയാണ്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഇന്ന് 2 ദിവസമായി ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് അത് മാറ്റാമെന്ന് കരുതി ഇരുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ആ വീണത് എടുത്ത് കളഞ്ഞെങ്കിൽ അതിൻ്റെ പൊടി ഇങ്ങനെ നമ്മളെ അലോസരപ്പെടുത്തുമല്ലോ. അങ്ങനെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് കയ്യെത്താവുന്ന ദൂരത്ത് ഞാൻ കൊണ്ട് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. എനിക്ക് ഈ പാചക വിദഗ്ധ ആയതുകൊണ്ട് പാചകം ചെയ്യുമ്പോൾ എനിക്കെല്ലാം അടുപ്പിച്ച് വെക്കണം. അതുകൊണ്ടിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. അതൊരു അലങ്കാരത്തിന് പറഞ്ഞതാണ് കേട്ടോ, പാചക വിദഗ്ധ എന്ന്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് നമ്മൾ ഉള്ളി സവാളയൊക്കെ ഇട്ടിരുന്നത്. ഇതിലോട്ടും വീണിട്ടുണ്ടായിരുന്നു ഈ മുളക് പൊടി. അപ്പം ഞാനതങ്ങനെ വെച്ചപ്പോഴാണ് ഓർത്ത് അത് വെച്ചാൽ ശരിയാവില്ല, അതിൻ്റെ അടിയിൽ കൂടി ഇതിൻ്റെ പൊടി താഴേക്ക് വീഴും. അപ്പം ഞാൻ കരുതി അന്നൊരു പേപ്പർ ഇടാമെന്ന് കരുതി. അപ്പോൾ കുഞ്ഞിൻ്റെ ബുക്കുകളുടെയൊക്കെ അട്ട ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പൊതിഞ്ഞിരിക്കുന്നത് കവറ് ഒരു കവർ കോട്ടിങ്ങുള്ള കവറായത് കൊണ്ടിട്ട് അതിടാന്ന് കരുതി. അതാകുമ്പോൾ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനതുകൊണ്ടിട്ട് അത് വെച്ചിട്ട് മിക്ക ഈ പാത്രമൊക്കെ കഴുകി വെക്കണതിൻ്റെ അടിയിലും അങ്ങനത്തെ കവറുകളാണ് ഞാൻ വെക്കാറ്. അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ അങ്ങനത്തെ പേപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ബുക്ക് മേടിച്ചപ്പോൾ അത് പൊതിഞ്ഞതിൻ്റെ ഇരിപ്പുണ്ടെങ്കിൽ അതായത് ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതുണ്ടെങ്കിൽ അങ്ങനെ ഇടണം എന്ന് കരുതിയിരിക്കുകയാണ്. അതാവുമ്പോൾ നമ്മൾ ആ റാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ സംഭവം അവിടെ ഇരുന്നോളും. പിന്നെ വെള്ളം വീണാലും നമുക്കത് തുടച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ കുറേ നാൾ നിൽക്കും. നമ്മൾ ഈ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് വെക്കണ പോലെ. ഈ വാൾപേപ്പറൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടത്, ഇതാകുമ്പോൾ അത്രയും പൈസ ഇല്ലല്ലോ. അതായത് വാൾപേപ്പറിന് അത്രയും പൈസ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാമെന്നേ. കുറേ വേസ്റ്റ്, ആ ഉള്ളിയുടെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതെൻ്റെ വേസ്റ്റ് ഇടുന്ന ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇട്ട് വെക്കും. എല്ലാം കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോയി കളയുകയാണ് ചെയ്യണത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സോപ്പിട്ട് തുടച്ചെടുത്തതെന്ന് വെച്ചാൽ നല്ല എണ്ണമയമൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനിങ്ങനെ ഈ ഇപ്പം കാണുന്ന ലുക്കല്ല ശരിക്കും. ഞാൻ അടുക്കളയിൽ കയറി കഴിയുമ്പോൾ എൻ്റെ അടുക്കള ആകെ അലങ്കോലാക്കിയിട്ടിട്ടേ ഞാൻ പോരുള്ളൂ. അപ്പോൾ അതോടിട്ട് ആ എണ്ണമയമൊക്കെ ഉണ്ടാവണം. അത് കഴിഞ്ഞ് ഞാൻ നീറ്റാക്കി ഇടും കേട്ടോ, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ടോ, ഉച്ചക്കലത്തെ ഫുഡിൻ്റെ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ജസ്റ്റ് ഒരു മീൻ കറി, ആ തലേദിവസത്തെ പുഴമീൻ്റെ ഒരു കഷ്ണം എടുപ്പുണ്ടായി. അത് വെച്ചാണ് ഞാൻ ഉച്ചക്ക് കൂട്ടിയത്. അപ്പോൾ ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് കൊച്ചു കളിക്കാനൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള അതായത് ചിക്കൻ വാങ്ങിക്കണം. പിന്നെ നമുക്ക് അല്ലാണ്ട് കുറച്ച് പലചരക്ക് ഐറ്റമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോണതാണ് കേട്ടോ. അപ്പോൾ
വന്ന വഴിക്ക് ചിക്കൻ മേടിച്ചുകൊണ്ട് വരാം എന്ന് കരുതിയിരിക്കണേണ്. അപ്പം നല്ല മഴക്കോളുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് അപ്പോൾ അത് മഴ മഴ പെയ്താലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ വണ്ടിക്ക് പോയത്. അല്ലെങ്കിൽ ടൂ വീലറിനൊക്കെ പോയൊക്കെ വരാമെന്നൊക്കെ കരുതിയതാണ്. അപ്പോൾ ചിക്കൻ കഴുകി വാരി എടുക്കണം കേട്ടോ. ഇത് ലെഗ് പീസ് മാത്രമേ വലുതുള്ളൂ കേട്ടോ. കാരണം കൊച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെഗ് പീസ് വാങ്ങിക്കുന്നത്. ബാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുള്ളൂ കേട്ടോ. അത് ചേട്ടൻ പറഞ്ഞില്ല, ബിരിയാണിക്കാണ് എന്ന് അവിടെ വെട്ടിനോടുത്ത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഈ വലിയ പീസാക്കി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഇടക്ക് വട്ടും കരളും കിട്ടാറില്ല. അതുകൊണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമുക്കറിയാവുന്ന ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ. എനിക്ക് ഇതേമാതിരി ഒരബദ്ധം പറ്റി. ഒരു പ്രാവശ്യം ഞാൻ പോയി വാങ്ങിക്കാൻ പോയി, ചേട്ടൻ വൈകി വന്നപ്പോൾ. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, വലിയ കഷ്ണമായിക്കോ, ബിരിയാണിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇവർ വട്ടും കരളൊന്നും ഇട്ടില്ല. അപ്പോൾ അത് ഇവിടെ എനിക്കിഷ്ടമാണ്, കരളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് തപ്പിയപ്പോൾ ഈ സംഭവം കാണാനില്ല. അപ്പം അതിൽ പിന്നെ ചെറിയ പീസാക്കിയേ വാങ്ങിക്കുള്ളൂ കേട്ടോ. പിന്നെ ചേട്ടന് ഇവിടെ കൂട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ടിട്ട് അവരോട് വാങ്ങിക്കുമ്പോൾ അതായത് വലിയ പീസൊക്കെ ആണെങ്കിൽ അവർ ഇടാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ എന്തോ വലിയ പീസ് വേണമെന്ന് പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. അതാണ് ചെറിയ കഷ്ണമാക്കിയാണ് ഒക്കെ വാങ്ങിച്ചത്. പിന്നെ അതിനുള്ളിൽ ഞാൻ മുങ്ങിത്തപ്പിയെടുത്ത വലിയ പീസുകളാണ് ഇത് ബിരിയാണിക്ക് വേണ്ടി വറുത്തത്. ആ വറവ് ഇത്തിരി കൂടിപ്പോയി. കാരണം ഞാൻ ഇപ്പുറത്ത് ഈ സാധാരണ ചോറിന് വേണ്ടി ഉണ്ടാക്കിയ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണ അത് വറക്കാൻ വെച്ചത് ഇത്തിരി ശ്രദ്ധിക്കായിക വന്നേ കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാ ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിലൊരിത്തിരി വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഞാൻ വെക്കണത്. ഞാൻ തിരക്കി വെച്ചിട്ടുണ്ടായുള്ളൂ, എന്നിട്ട് വറുത്ത് വെച്ചിക്കണേ അല്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചത്. അതാണ്. പിന്നെ എൻ്റെ ഒരു നോട്ടപ്പശക്ക് ഉണ്ടാവും. കാരണം ഞാൻ ഇപ്പുറത്ത് റെഡിയാക്കുമ്പോൾ അപ്പുറത്ത് ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇത്തിരി വെള്ളം കൂട്ടി വെച്ചതാണ്. അത് ഇത്തിരി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കുകയും ചെയ്യും കേട്ടോ. അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനി അവിടെ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തിളച്ചോളും, അത് അവിടെ ഇരിക്കും. പിന്നെയാണ് നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ബിരിയാണി റൈസിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നെയ്യ്, ഒരിത്തിരി നെയ്യ്, പിന്നെ സൺഫ്ലവർ ഓയിൽ ഇതൊഴിച്ചിട്ട് അതിലേക്ക് പട്ടയുടെ ഇല, കറുവാപ്പട്ട, ഗ്രാമ്പു, പിന്നെന്താണ്, ഏലക്ക മസ്റ്റാണ്. അപ്പോൾ ഏലക്ക എല്ലാം കൂടി ഇട്ട് ഇളക്കും. ഇത്തിരി സവാള ഇടും കേട്ടോ. ഇതൊക്കെ കൂടി സവാള മൂക്കരുത്, ഒന്ന് വഴറ്റിയെടുക്കുക. ചൂടായാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി, ഞങ്ങളിവിടെ വലിയ അരിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വലിയ അരിക്കാണ് ഇത്തിരി കൂടി താല്പര്യം. അപ്പോൾ അതിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ആ എണ്ണയിലിട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത അരിയുടെ ഇരട്ടി വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിള വരുമ്പോൾ ചെറിയ തീയിലോട്ട് മാറ്റുക. പിന്നെ അത് അവിടെ നോക്കിയേ വേണ്ട, അവിടെ ഇരുന്ന് വെന്ത് വറ്റിച്ചെടുക്കും. അതായത് നമ്മൾ നെയ്ച്ചോറിൻ്റെ പരുവത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് എന്നിട്ട് ആ ആ പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ. കാരണം ഈ പോട്ടിൽ തന്നെയാണ് നമ്മൾ മറ്റേ ബിരിയാണിയുടെ ചിക്കൻ കറി വെക്കാൻ പോണത്. അപ്പോൾ ഇതിനി അവിടെ ആ മറ്റേ ബേസണിലോട്ട് മാറ്റി കഴിയുമ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് വന്നോളും. അപ്പോൾ ഇനി ബിരിയാണിയുടെ ചിക്കൻ കറി, അതിൽ സൺഫ്ലവർ ഓയിലിൽ തക്കാളി, പിന്നെ സവാള, അതിൻ്റെ ഒപ്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, അതിലേക്ക് പുതിനയില, മല്ലിയില എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കുക. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുക, 2 സ്പൂൺ തൈര്, 2 സ്പൂൺ മതി കേട്ടോ. അധികം ഒന്നും ഇടണ്ട. തൈര് അധികം കൂടിയാൽ കൊള്ളില്ല. അതിലേക്ക് ഇനി നമ്മളിടാൻ പോണ മല്ലിപ്പൊടി ഓപ്ഷണലാണ്, നമ്മൾ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ പക്ഷേ ഗ്രേവി ഇതാവാൻ വേണ്ടി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ മല്ലിപ്പൊടി ഇട്ടത് എനിക്ക് ഇഷ്ടമായില്ല.
മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ കൂടി ഇട്ടങ്ങോട്ട് ഇളക്കുക. മല്ലിപ്പൊടി ഇടാത്തതാണ് ഇത്തിരി കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇടുക. വറുത്തുന്നല്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വാട്ടിയാൽ മതി കേട്ടോ. എൻ്റെ ഇത്തിരി വറവ് കൂടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും നല്ലതായിരുന്നു കേട്ടോ. അപ്പം ഇനി അതിലോട്ടൊരു സ്വല്പം വെള്ളം, കാരണം നമുക്കൊരു ഇച്ചിരി കൂടി ഗ്രേവി ആയിട്ട് എടുക്കുക, ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് കരുതിയാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുത്തിട്ട്. അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നാരങ്ങ, ഒരര മുറി നാരങ്ങ മാത്രം പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിനാണോ, ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് ഇങ്ങനെ വറ്റി വരും. വറ്റി വരുമ്പോഴേക്കും നമ്മൾ സവാള വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ. ആ വറുത്ത് വെച്ചേക്കണ സവാള ഒരു പിടി അതെടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഞെരടി പിഴിഞ്ഞൊക്കെ ഇടുക. അതിടുക. എന്നിട്ട് അന്നും കൂടി ഒന്ന് അവിടെ ഇരുന്ന് വറ്റിക്കോട്ടെ. മുഴുവനായിട്ടും വറ്റിക്കരുത്, ഒരു ലെവൽ എല്ലാവർക്കും അറിയാൻ പറ്റും അതേമാതിരത്തെ ഒരു ലെവല് കേട്ടോ. അപ്പോൾ അങ്ങനെ വറ്റിച്ചെടുക്കുക. ഇനിയാണ് അതായത് ഈ ഒരു പരിവമുണ്ട് ഞാൻ ആ ലെവൽ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലേക്ക് നമ്മളിനി എന്താണ് ഇടാമണേ, ഈ മാറ്റി വെച്ചിരിക്കുന്ന ചോറിടും. ഈ മാറ്റി വെച്ചേക്കണ ചോറ് ഒരു 2-3 കയ്യിലിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സവാള വറുത്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ ഇടുക. എന്നിട്ട് ലെയറായിട്ട് ഇങ്ങനെ ഇടുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെയ്യ് കുറച്ചിടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ അധികം നെയ്മയം വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. നെയ്യ് ഇടണത് നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇവിടെ അങ്ങനെ അധികം നെയ്യ് വേണ്ട, കൊളസ്ട്രോളുകാരൊക്കെ ഉള്ളത് കൊണ്ട് നെയ്യ് അധികം ഒഴിക്കാറില്ല. പിന്നെ ഈ പനിനീരുണ്ടല്ലോ, നമ്മൾ എന്തെന്നാണ് പറയണത്, റോസ് വാട്ടർ, അതും ഒന്ന് തളിച്ചിടുക കേട്ടോ. തളിച്ചിടുക. പിന്നെ ഇതിൽ ഞാൻ കൂടുതൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് പിറ്റേ ദിവസം എന്നോട് ചോദിക്കും ഇന്നലത്തേൻ്റെ ബാക്കിയില്ലേന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് കണക്കാക്കി ഒരിത്തിരി കൂടുതൽ ബിരിയാണി വെച്ചതാണ് കേട്ടോ. അപ്പം ഇനി അത് അവിടെ ഇരുന്നോട്ടെ. ഞാൻ എൻ്റെ ട്രിക്കാണിട്ടത്, ഞാൻ ഈ ചോറിൻ്റെ ഒരു കുറച്ചെടുത്ത് ആ ഊട്ടയിൽ ഇങ്ങനെ അടച്ചു വെക്കും. അതായത് അവിടെ ഒരു ഊട്ടയുണ്ട്, ആ ഊട്ട ഇങ്ങനെ ചോറ് വെച്ച് അടച്ചു വെക്കുകയാണ് ചെയ്യണത് ദമ്മിടുമ്പോൾ. അതൊരു ലോ ഫ്ലെയിമിൽ അവിടെ ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതത് റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ ഈ പാത്രത്തിന്, അടുപ്പിൽ വെക്കുമ്പോൾ ദമ്മിടുമ്പോൾ. കാരണം ഇത് നല്ല ബിരിയാണി പോട്ട് ആയതുകൊണ്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിനി അച്ഛനും അമ്മയ്ക്കും വേണ്ടി നമ്മൾ ചോറെടുത്ത് കൊടുക്കണതാണ്, കാരണം അവർ നേരത്തെ കഴിക്കും. അപ്പോൾ നമ്മളൊരു ഭാഗത്തു നിന്ന് മാത്രം എടുക്കുകയാണ് ചെയ്യണേ. കഴിഞ്ഞോണം എനിക്കൊരു അബദ്ധം പറ്റി, ഞാനെല്ലാം കൂടി കൂട്ടിക്കുഴച്ചു. പക്ഷേ എനിക്ക് ഈ കശുവണ്ടിപ്പരിപ്പ്, മുന്തിരിയൊന്നും കഴിഞ്ഞോണ്ട് അധികം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്തവണ കണക്കാക്കി എല്ലായിടത്തും വിതറിയെന്ന് ഒരു ഭാഗം മാത്രം എടുക്കുകയാണ് ചെയ്തത്. അപ്പം പിന്നെ ഒരു ഭാഗത്തോട്ട് മാത്രം പോവില്ല, എല്ലാവർക്കും എല്ലാം കിട്ടും. അപ്പോൾ അത് കണക്കാക്കി ഞാൻ എടുത്തതാണ് കേട്ടോ. ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ലെയറായിട്ട് ഇട്ടിട്ട് പോകും. ഇത് ഇനി അച്ഛനും അമ്മയൊക്കെ അത് മിക്സ് ചെയ്ത് കഴിച്ചോളും. ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല, കാരണം കാണുമ്പോൾ ഒരു ലുക്കിലിരുന്നോട്ടെ എന്നായിരുന്നു ഈ മിക്സ് ചെയ്യാതെ കേട്ടോ കൊടുത്തത്. ഇനി അവരെടുക്കുമ്പോൾ മിക്സ് ചെയ്ത് എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എന്താണ്, പിന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ചാനലിലോട്ട് പുതിയ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം നമ്മുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചെറിയൊരു ചാനലാണ്, ഇതേമാതിരി ചെറിയ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ ഒരു ചെറിയൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ.